നമ്മൾ ഓരോരുത്തരും ജനിച്ച് മരിക്കുന്നവരെ നമ്മുടെ കൂടെയുള്ളത് ആകെ നമ്മുടെ ശരീരം മാത്രമാണ്. ഒരു 128 ദിവസമൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഉള്ള സെല്ലുകൾ നമുക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ശരീരം എങ്ങനെ ആരോഗ്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, സമാധാനത്തോടുകൂടി ഇരിക്കാമെന്നുള്ളത് നമ്മൾ അറിയണ്ടേ? ആരോഗ്യം എന്നതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. വായു, വെള്ളം, ഭക്ഷണം, വ്യായാമം, വിശ്രമം, നല്ല ഉറക്കം, പരിസര ശുചീകരണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ശരിക്കും ആരോഗ്യമുണ്ട്. അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വായുവിനെക്കുറിച്ച് പറഞ്ഞു, വെള്ളം. നമ്മൾ മനുഷ്യർ സാധാരണഗതിയിൽ അവരുടെ വലിപ്പം അനുസരിച്ചിട്ട്, അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ട്, അവരുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് 2.5 ലിറ്റർ മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്നാണ് പറയുക. 3 ലിറ്റർ എന്നങ്ങ് പറഞ്ഞേക്കരുത്, 2.5 മുതൽ 3.5 വരെ. ആ വെള്ളം എങ്ങനത്തെ വെള്ളമാണ് കുടിക്കേണ്ടത്? നമുക്ക് ഇപ്പം കാർബണേറ്റഡ് ആയിട്ടുള്ള ഷുഗറൊക്കെ ചേർത്തിട്ടുള്ള കൊക്കക്കോള, പെപ്സി, തംസപ്പ് അതുപോലെയാണോ കുടിക്കേണ്ടത്? അത് കുടിച്ചാൽ ശരീരത്തിന് നന്നാവുമോ? ആലോചിക്കുക, നിങ്ങൾ തന്നെ നിങ്ങൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുക. എന്നാൽ പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചാലോ? അപ്പോൾ വെള്ളത്തിൽ അണുക്കളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ അണുക്കൾ ചത്ത അതിനകത്ത് കിടക്കില്ല. അപ്പോൾ അണുക്കളുടെ ഡെഡ് ബോഡിയോട് ചേർത്ത് വെള്ളം കുടിക്കാവോ? അതിനകത്ത് പോഷകങ്ങൾ എന്തെങ്കിലും ശരീരത്തിലുണ്ട്. ജീവനുള്ള വെള്ളത്തിലാണ് അല്ലേ? ജീവൻ ആദ്യം ഉണ്ടായത് വെള്ളത്തിലാണെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ജീവനുള്ള വെള്ളം വേണ്ടേ നമുക്ക് ഉള്ളിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്? അതിനെന്താ ചെയ്യുക? ഞാൻ ഫിൽറ്ററുണ്ട്, കാർബൺ ഫിൽറ്ററൊക്കെ ഉള്ള, വലിയ ഫിൽറ്ററൊക്കെ ഉള്ള, അല്ലെ RO ഫിൽറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ പോഷകങ്ങളും ഒഴിവാക്കി വെറും H2O മാത്രമാണ് നമുക്ക് വേണ്ടിയത്. എന്നാൽ പിന്നെ ബാറ്ററിയുടെ വെള്ളം മേടിച്ച് കുടിച്ചാൽ പോരെ? ബാറ്ററി ഒഴിക്കാൻ വേണ്ടി നല്ല പ്യൂരിഫൈഡ് വെള്ളം കിട്ടുമല്ലോ, അത് മേടിച്ച് കുടിച്ചാൽ പോരെ? വെള്ളം ജീവനുള്ളതാകണം. അതിനൊരു സൊല്യൂഷനാണ് ഈ മുച്ചട്ടിയരിപ്പ. നിങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ മുച്ചട്ടിയരിപ്പയെക്കുറിച്ച്? നിങ്ങൾക്ക് കാണാം 3 ചട്ടികളുണ്ട്. ഒന്നാമത്തേനകത്ത് കരിയാണ്. കരിയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത്തിനകത്ത് മണലാണ്. മൂന്നാമത്തെ കരിങ്കല്ലാണ്. അപ്പം ഇതിനകത്ത് ആദ്യമേ ഒരു തുണിയാണ്. ഈ തുണിയുടെ ഇതിൽ കൂടി അത്യാവശ്യം വേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ തുളച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ നൂലിട്ടിരിക്കുകയാണ്. ആ നൂല് വഴി, വിക്ക് വഴിയാണ് വെള്ളം താഴത്തേക്ക് വരിക. ഇതിനകത്ത് വരുമ്പോൾ, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കരി, ശേഷം ഇതിനകത്ത് മണലാണ്, നല്ല കഴുകിയ പുഴമണലാണ്. അതും കഴിഞ്ഞിട്ട് ഇതിനകത്ത് കരിങ്കല്ലാണ്. ഒന്നിലെ വെള്ളാരങ്കല്ല് അല്ലെങ്കിൽ കരിങ്കല്ലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ മൺപാത്രം ആയതുകൊണ്ട് ഒരു ചെറിയ കൂൾനെസ് ഉണ്ടാവുകയും ചെയ്യും, പ്ലസ് അതിനകത്ത് പോഷകങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ലിറ്റ്മസ് പേപ്പർ വെച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ വെള്ളം താഴെ വരുമ്പോഴത്തേക്ക് ആൽക്കലൈൻ ആവുന്നുണ്ട്. നിങ്ങൾ 2-3 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ആൽക്കലൈൻ ഉണ്ടാക്കുന്ന മെഷീനൊക്കെ മേടിച്ച് വെക്കുന്നതിന് ഏകദേശം തുല്യമായ വെള്ളം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ജീവനുള്ളതാണ്, അതിനകത്ത് പോഷകങ്ങൾ നഷ്ടപ്പെട്ടില്ല, എന്നാൽ അതിനകത്ത് വേണ്ടാത്ത സാധനങ്ങൾ, നമ്മുടെ ബോഡിക്ക് അപകടകരമായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഇതാണ് മുച്ചട്ടിയരിപ്പ. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ തന്നെ ഈ പാത്രങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ടാപ്പുള്ളത് തന്നെ മേടിക്കാൻ കിട്ടും. പിന്നെ ഇത് തുളയ്ക്കാന്ന് പറയുന്ന മാത്രം ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടി. അത് ഡ്രില്ല് ഉപയോഗിച്ച് തുളച്ചിട്ട് ഇതിൻ്റെ അറ്റം ഉള്ളിൽ കെട്ടിയിട്ടിട്ട് ആ വള്ളി ഇങ്ങനെ താഴത്തേക്ക് ആക്കി വെച്ചാൽ മതി. അടുത്തത് വീണ്ടും ഇതുപോലെ ഒരു ലെവലും കൂടി തുണി വരും. അതിനകത്ത് നേരത്തെ പറഞ്ഞൊരു കരി. അതിനുശേഷം വീണ്ടും അതിനകത്തുനിന്ന് താഴത്തേക്ക് വീണ്ടും നൂല്, ആ വെള്ളമാണ്. അങ്ങനെ 2 പ്രാവശ്യം ഈ തുണിയിൽ കൂടി അരിഞ്ഞ വെള്ളമാണ് വരുന്നത്. അതിന് പുറമെ ഇതിൻ്റെയൊക്കെ കൂടെ നിന്നിട്ടാണ് വരുന്നത്. വെള്ളം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നമുക്ക് ബോർവെല്ലും ഉണ്ട്, കോർപ്പറേഷൻ വെള്ളവും ഉണ്ട്. നമ്മളിതേ കൂടി ഇങ്ങനെ ഒഴിച്ചെടുത്താണ്. പ്രകൃതിദത്തമായ ഈ ഫിൽട്ടർ നമുക്കും പരീക്ഷിക്കാവുന്നതാണ്.